നേഷൻസ് ലീഗ് ഒരു ഫ്രണ്ട്ലി ടൂർണമെന്റ് ആണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു 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 എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. അപ്പോൾ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം കൂടെ ഓർക്കുക എന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാണ്. റൊണാൾഡോ ജയിച്ചാൽ ഇതൊരു ഫ്രണ്ട്ലി ടൂർണമെന്റ്, യമാൽ ജയിച്ചാൽ ഇതൊരു ഇന്റർനാഷണൽ ടൂർണമെന്റ്. അത് എന്തടേ അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഫിഫ റാങ്കിങ് അനുസരിച്ച് ടോപ്പ് 20 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്, അതുകൊണ്ട് തന്നെ ഇത് സ്ട്രോങ് ആണ് എന്നുള്ള വാദമുള്ളവർക്ക് ഫിഫ റാങ്കിങ് എന്ന് പറയുന്ന സാധനത്തിൽ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിഫയുടെ റാങ്കിങ് അനുസരിച്ച് തന്നെ ഒരു ഹൈറാർക്കി ഉണ്ട് എല്ലാ ടൂർണമെന്റ്സിനും. ഹൈറാർക്കി എന്നല്ലെങ്കിൽ റാങ്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വെക്കാം. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും ഫ്രണ്ട്ലി മാച്ച് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ടൂർണമെന്റ് ആയിട്ടോ കൺസിഡർ ചെയ്യപ്പെടുന്നതോ അല്ല നേഷൻസ് ലീഗ് ടൂർണമെന്റ്സ്. അതിന് മേളിൽ തന്നെയാണ്, ഫ്രണ്ട്ലിയുടെ മേളിൽ തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടിനെന്റൽ മാച്ചുകൾ ഉണ്ടല്ലോ, അതായത് യൂറോ, കോപ്പ എന്ന് പറയുന്ന സാധനങ്ങളോടൊപ്പം ഒന്നും മാച്ച് ചെയ്യാനായിട്ടുള്ള സംഭവം എത്തിയിട്ടില്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം അതിന് മേളിലാണ് ഫിഫ റാങ്കിങ് അനുസരിച്ച് യൂറോയും കോപ്പയും. ഇനി അതിനും മേളിലാണ് വേൾഡ് കപ്പ് ഫൈനൽ എന്ന് പറയുന്ന മാച്ചുകളും ടൂർണമെന്റും ഒക്കെ ഇരിക്കുന്നത്. സോ ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന് ഞാൻ അവസാനമായിട്ട് പറയാം. കാര്യം ഇത് വീണ്ടും ഒരു വലിയ ചർച്ചയായിട്ട് കമന്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സോ നേഷൻസ് ലീഗ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി ടൂർണമെന്റ് ഒന്നുമല്ല, പക്ഷെ അത് കോപ്പയായിട്ടോ വേൾഡ് കപ്പ് ആയിട്ടോ യൂറോ ആയിട്ടോ ഒന്നും കൺസിഡർ ചെയ്യാനായിട്ടുള്ള സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് കൂടി ഓർക്കുക. ഓക്കെ.